തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ശക്തമായ സ്വാധീനമുണ്ടാക്കിയവരാണ് BJP. അവർ 50ഓളം സീറ്റ് പിടിച്ചു. ഒരാളിൻ്റെ സഹായത്താൽ 51 സീറ്റിൽ അവർ ഭരിക്കുന്നു. വളരെ ശക്തമായ മൂവ്മെൻ്റ് ഉണ്ടാക്കി. എന്നാൽ ആ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, 2 മാസം ആയിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ആ ഓളം അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ കഴിയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ 3-4 മണ്ഡലങ്ങളിൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ 3 മണ്ഡലങ്ങളിലും പിന്നെ കഴക്കൂട്ടത്തിൻ്റെയും പല ഭാഗങ്ങളും കൃത്യമായി BJPയുടെ കൗൺസിലർമാരാണുള്ളത്. അവരുടെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ 50 വാർഡുകളിൽ നല്ല വോട്ട് പിടിക്കാൻ പറ്റിയാൽ BJP തിരുവനന്തപുരത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അങ്ങനെ പറ്റുമോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുരളീധരൻ വട്ടിയൂർക്കാവിൽ അതിശക്തനാണ്. 5000 മുതൽ 10000 വോട്ടിനകത്ത് മുരളീധരൻ ജയിച്ചാലും അത്ഭുതമില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നു. അതേസമയം പിന്നെ അഡ്വക്കേറ്റ് വി എസ് പ്രശാന്ത് മോശമല്ല, ശക്തനായ കാൻഡിഡേറ്റാണ്. 2 പ്രാവശ്യം MLA ആയിരുന്നു, അതിശക്തനാണ്. അതുപോലെ തന്നെ നേമത്തായാലും ശിവൻകുട്ടി മന്ത്രിയാണ്, മുൻ മന്ത്രിയാണ് മത്സരിക്കുന്നത്, അല്ല സാധാരണ ആളല്ല. ശബരിനാഥ് ആയാലും മുൻ MLA ആണ്, കോർപ്പറേഷനിലെ കൗൺസിലറാണ്, അറിയപ്പെടുന്ന നേതാവിൻ്റെ മകനാണ്, കാർത്തികേയൻ്റെ മകനാണ്. അപ്പോൾ വളരെ വലിയ ഒരു സ്വാധീനമുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു വിജയത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. ആ തുടർച്ചയിൽ ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കിംസൊക്കെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് ആനയേറെ ഭാഗമൊക്കെ എടുത്ത് അതെല്ലാം കഴക്കൂട്ടമാണ്. അപ്പോൾ കഴക്കൂട്ട മണ്ഡലത്തിൻ്റെ ടെക്കികളുടെ ഒരു ഇടപാടുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടി കറക്റ്റായി വന്നാൽ BJP വോട്ടുകൾ പിടിക്കുമോ എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത് രാഷ്ട്രീയ കേരളവും രാഷ്ട്രീയ ഇന്ത്യയും വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് മോഡി വരുന്നു, അമിത്ഷാ വരുന്നു, തിരുവനന്തപുരത്ത് നേതാക്കളുടെ ഒരു പ്രളയമാണ്. ഇത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും പിന്നെ ശ്രീലേഖ IPSും മുരളീധരനും കരമന ജയനും ഒക്കെ വളരെ ടോപ്പ് നേതാക്കളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൈപ്പിലൂടെ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതുപോലെ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയും. 5 സീറ്റെങ്ങാനും BJP കേരളത്തിൽ പിടിച്ചാൽ പിന്നെ അവരുടെ ബ്രേക്ക് ത്രൂ ആണ്. അവരും അംഗീകരിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി മാറും. അത് വലിയ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചരിത്രം സൃഷ്ടിക്കും. അതേസമയം അങ്ങനെ വരാനുള്ള സാധ്യതകൾ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സാധ്യതകൾ വരണം. പല സാധ്യതകൾ വന്നാൽ, പല ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ, പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരും അടിയുറച്ച കോൺഗ്രസ്സുകാരും ഒരുപാട് പേരുണ്ട്. അവരുടെ വോട്ടൊക്കെ കൂടി മറിയണം. അപ്പോൾ അതങ്ങനെ മറിഞ്ഞു വരിക അത്ര എളുപ്പമല്ല. പക്ഷേ അങ്ങനെ മറയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി വലിയൊരു സ്വാധീനമാണ്. വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്ക് വേണ്ടി നിൽക്കുന്നു. പിന്നെ കുറച്ച് പേര് അടൂർ പ്രകാശിനെ പോലെയുള്ള വളരെ ശക്തമായ SNDPയുടെ നേതാക്കളെല്ലാം UDFന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ വളരെ പ്രയാസമാണ് അതിനകത്ത് BJPയുടെ വോട്ട്. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട് എന്നുള്ളൊരു ഘടകമുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS ഉണ്ടായിട്ട് എന്തുകൊണ്ട് അത് പ്രയോജനപ്പെടുന്നില്ല, അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ, പ്രയോജനപ്പെടണ വേണ്ടേ എന്നുള്ളത് നമ്മുടെ അഭിപ്രായമല്ല, പെടണമെന്നൊരു അഭിപ്രായം നമുക്കല്ല. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തുടങ്ങിയ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു വിജയ യാത്ര BJP വീണ്ടും കൊണ്ടുപോകുമോ എന്ന് കാണാനാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കൗതുകമായി മാറിക്കൊണ്ടിരിക്കുന്നത്.